ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനേ ഒരു കഥ പറയട്ടെ. അതിനേറ്റവും മുൻപ് ഡിയർ ടീനേജേഴ്സ് എന്നാണ് എൻ്റെ തമ്മിൽ. അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്ത്. അതിനും ഈ ഒരു സ്റ്റോറിക്ക് തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടോ? അത് ഈ കഥ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. കഥ എന്ന് പറയുന്നത് അത്ര വലിയ പണ്ട് ആ സംഭവം കഥയൊന്നുമല്ല. ഈ ഒരു കഥയിൽ മെയിൻ ക്യാരക്ടറായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. സോ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരു ആർട്ട് ഗാലറിയിലിരുന്ന് നിങ്ങളുടെ ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞാൽ വരുന്ന രൂപത്തെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം ഒന്ന് ഹാഫ് എത്തി. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് കാണാൻ വന്നൊരാളുണ്ടായിരുന്നു. ആള് നിങ്ങളോട് പറയാണ്, മോനെ അല്ലെങ്കിൽ മോളെ, ഒരു പെയിൻറ്റിങ് മനോഹരമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട്. അയാൾ പറഞ്ഞത് ശരിയാണ്. അപ്പം ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കുറച്ചും കൂടി മനോഹരമാക്കിയാൽ ഒരു പക്ഷേ നല്ലൊരു മീനിങ് ആ ഒരു പിക്ചറിന് വരാം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു ആൾ പറഞ്ഞ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആക്കാൻ. അങ്ങനെ രണ്ടാമത്തെ ഒരാൾ വരാണ്. ആൾ വന്നിട്ട് പറയാണ്, ഈ ഒരു പിക്ചർ മനോഹരമാണ്, പൊളിയാണ് എടാ, പക്ഷേ ഒരു പിക്ചറിൽ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ കൈ അത്ര അങ്ങോട്ട് ഷേപ്പായിട്ടില്ല, ഒന്നും കൂടി വരച്ചു വെക്കേ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം, അത്രയും മനോഹരം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ആ ഒരു പിക്ചറിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കാൻ. ആൻഡ് മൂന്നാമത്തെ ഒരാൾ വന്നു, മോനെ ഈ പിക്ചറിന് ഒരു വലിയൊരു കുറവുണ്ട്, ഇതിൻ്റെ കളർ ഒന്നും അങ്ങോട്ട് പോകാറ്, ഈ കളർ ഒന്നും കൂടി ഒന്ന് മാറ്റി നോക്ക്. ഇയാൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒന്നും കൂടി ആ പിക്ചറിനെ മാറ്റി. അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ഈ ഒരു പിക്ചർ കാണാൻ വന്നു. അത് പറയുന്ന ഏകദേശം ഉപദേശങ്ങൾ നമ്മൾ നല്ലതാണോ ചീത്തയാണോ ഫിൽട്ടർ ചെയ്യാതെ അതെല്ലാം നമ്മൾ അപ്പാടെ സ്വീകരിച്ച് അതെല്ലാം നമ്മുടെ പിക്ചറിലേക്ക് അപ്ലൈ ചെയ്തു. ആൻഡ് നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആയി. നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു പിക്ചർ ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. കാണുന്നവർ പിന്നെയും കുറ്റപ്പെടുന്നു തുടങ്ങി, ദേ ഈ ഒരു ഭാഗം ശരിയായിട്ടില്ല, ആ ഒരു ഭാഗം ശരിയായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റിയിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് ഇന്ന് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത്. നമ്മൾ ടീനേജേഴ്സാണ്, ഞാനും ഒരു ടീനേജറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മൾ വലിയ ഡിസിഷൻ എടുക്കണം ഒരു പ്രായം. കുറേ ആൾക്കാർ പറയുന്നുണ്ട് 10th കഴിഞ്ഞത് സ്ട്രീം എടുക്കണം, +2 കഴിഞ്ഞത് കോഴ്സ് എടുക്കണം, ചൂസ് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഞാൻ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരാൾ ചൂസ് ചെയ്യണം. ബട്ട് ഇതിലേക്കും സൊസൈറ്റി വന്ന ഇതുപോലെ അത് മതി, അതുപോലെ ഇത് മതി എന്ന് പറഞ്ഞ് നമ്മളത് കേൾക്കുകയാണെങ്കിൽ ലാസ്റ്റ് വലിയൊരു നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രീഷ്യസ് ആയ ഒരു ടൈമാണ് ഈ ഒരു ടൈം. അധികം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നല്ല ഡിസിഷൻസ് എടുക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. മറ്റുള്ളവർ പറയുന്ന ഒരു ഉപദേശം കേൾക്കേണ്ട എന്നല്ല, അവർ പറയുന്നതിനേറ്റ് മുമ്പ് അവർ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് ഡീപ്പായിട്ടൊന്ന് തിങ്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആൻഡ് അത് ചെയ്യുക. വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ നാളുകൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്കൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടെന്ന് തോന്നി. എനിക്ക് ഈ ഒരു കഥ കേട്ടിട്ട് എവിടേക്കോ ആ ഒരു ചിത്രകാരനായിട്ട് എന്നെ തന്നെ കാണാൻ പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഈ ഒരു കഥയ്ക്ക് ഈ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, കുറച്ചായിട്ട് എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റോറി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എവിടേക്കും എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. സോ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്കും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കത്താണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.